കടുത്ത വേനലിൽ കുടനിവർത്തി മനുഷ്യർക്ക് തണൽ നൽകുന്നവയാണ് മരങ്ങൾ. എന്നാൽ മനുഷ്യരെ അപകടമുനമ്പിൽ നിർത്തുന്ന ഇത്തരം മരങ്ങൾ മുറിച്ചു മാറ്റിയേ മതിയാകൂ. ദേശീയപാതയിൽ കോത്തായിമുക്ക് കവലയ്ക്ക് തെക്ക് ഭാഗത്തായി ദശാബ്ദങ്ങളുടെ പഴക്കമുള്ള തണൽ മരമുണ്ട്. റോഡിനോട് ചേർന്നാണ് നിൽപ്പ്. കൊമ്പുകൾ പടർന്ന് റോഡിന് മുകളിലും. കണ്ടെയ്നർ ലോറി കൊമ്പിലും കമ്പിലും ഇടിക്കുന്നത് ഇവിടെ പതിവാണ്. മരത്തിൽ വാഹനം നേരിട്ടിടിക്കുന്നത് നിത്യസംഭവം. നിരന്തര ഇടിയും ഉരസലും കാലപ്പഴക്കവും കാരണം വൃക്ഷം ഊർദ്ധശ്വാസം വലിക്കുകയാണ്. കൊമ്പുകൾ റോഡിലേക്ക് ഏത് നിമിഷവും പൊട്ടി വീഴാം. ചിലപ്പോൾ മരം അപ്പാടെ നിലംപതിച്ചേക്കാം. ഇത്രയും വലിയ അപായാവസ്ഥ പക്ഷേ അധികാരികൾ കാണുന്നതേയില്ല, അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കുന്നു. ഇവിടെ ഈ മരം ആദ്യ സമയത്ത് ഈ ബിൽഡിങ് കണക്കായിട്ടുണ്ടായി. എന്നിട്ട് നമ്മൾ ഇവിടുത്തെ ഇപ്പോൾ കൗൺസിലർ രാധാകൃഷ്ണനോട് പറഞ്ഞു, യാതൊരു നടപടി ഉണ്ടായില്ല. അതിനുശേഷം നമ്മൾ പിന്നെ ഈ ഹൈവേ ഓഫീസുണ്ട്, അവിടെ പോയി. അതിനുശേഷം മുനിസിപ്പാലിറ്റി പോയി. എന്നിട്ട് മുനിസിപ്പാലിറ്റി പറഞ്ഞു ഞങ്ങൾ ഇപ്പോൾ കലക്ടർക്ക് അയച്ചിട്ടുണ്ട്. എന്നിട്ട് കലക്ടർ വന്നിട്ട് നമ്മുടെ കലക്ടർ ഓഫീസിൽ അന്വേഷണം പറഞ്ഞു, നമ്മൾ മുനിസിപ്പാലിറ്റി അയച്ചു. എന്നിട്ട് മുനിസിപ്പാലിറ്റിയിൽ അവർ ബോർഡ് മീറ്റിംഗ് ഇത് വെച്ചു, ഈ കണ്ടോത്ത ഇതിൻ്റെ പ്രശ്നം. എന്നിട്ട് ആ പ്രശ്നത്തിനും പിന്നെ അവർ പറഞ്ഞ്, എന്നിട്ട് അവർ വന്ന് നോക്കി, സെക്രട്ടറി ആരും വന്ന് നോക്കിയിട്ട് പറഞ്ഞു അങ്ങനത്തെ ഒരു പ്രശ്നം, അങ്ങനത്തെ പെട്ടെന്ന് അപകടം പറ്റുന്ന യാതൊന്നും കണ്ടില്ല പറഞ്ഞു. അത് പറഞ്ഞു. 2 ദിവസം മുമ്പേ ഞാനിതിൽ രാവിലെ നടന്നു പോകുമ്പോൾ ഇവിടെ ഒരു ലോറി പറഞ്ഞാൽ എന്താ സാധനം എന്നറിയില്ല, നോർത്ത് ഇന്ത്യൻ്റെ വരുന്ന ലോറിയാണ്. ആ ലോറി ഇടിച്ചിട്ടുണ്ട്. ലോറി ഇടിച്ചിട്ട് ഡ്രൈവർക്കാണ് പരിക്കിയിട്ട് ഡ്രൈവർ ഹോസ്പിറ്റലിൽ പോയിട്ട് എല്ലാം കെട്ടി റെഡിയാക്കി. ഇത് ഒരു 12 മണിയാകുമ്പോൾ അവർ വണ്ടി കൊണ്ട്. അത് പറഞ്ഞാൽ ഇപ്പോൾ ശരിക്ക് ഈ മരമാറ്റം പൊട്ടി വീണാൽ അന്ന് പൊട്ടി വീണിട്ട് പറയുന്ന വാക്കേ ഒരു പക്ഷേ ബസ് പോകുന്നുണ്ട്, ഏതെങ്കിലും ഒരാൾ ഒറ്റക്ക് പോകുന്നുണ്ട്. അങ്ങനെയല്ല ആരെങ്കിലും മേലെ വീണാൽ ഇപ്പം ചെറിയ ദുരന്തമായിരിക്കില്ല, ചില സമയത്ത് 10ഓ 20ഓ ആൾ മരിക്കാം. അതെല്ലാം ഇപ്പം ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് നാട്ടിന് മോശമാണ്, എല്ലാവർക്കും മോശമാണ്. എന്തെങ്കിലും ദുരന്തമുണ്ടായാൽ ഉത്തരവിറക്കുന്നവർ ഒരൽപ്പം കരുണ കാണിക്കണം. പൊട്ടി വീഴുന്നത് രാത്രികാലത്താവാം, ചീറിപ്പായുന്ന വാഹനത്തിന് മുകളിലാവാം, നടന്നു പോകുന്നവരുടെ തലയ്ക്ക് മേലെയാകാം. ഇങ്ങനെ സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിക്കാനേ പ്രദേശവാസികൾക്ക് കഴിയുന്നുള്ളൂ. ദേശീയപാതാ വിഭാഗം, നഗരസഭ ഇക്കാര്യത്തിൽ ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകൂ. ഒരു ദുരന്തം നടന്നിട്ട് പരിതപിച്ചിട്ട് കാര്യമില്ല. ദേശീയപാതാ വിഭാഗവും അതുപോലെ മുനിസിപ്പാലിറ്റിയും ഇതിലിടപെട്ട് ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വൻ ദുരന്തമാകും നമ്മളെ കാത്തിരിക്കുക. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്.